നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നമ്മളതിനെ കവർ ചെയ്യുമ്പോഴാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജിന്ദ് ജംഗ്ഷനിലാണ്. ഈ ഇട റിനോവേറ്റ് ചെയ്തെടുത്ത അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ജിന്ദ് ജംഗ്ഷൻ. അപ്പോൾ ജിന്ദ് നിന്ന് നമ്മൾ പോകുന്നത് സോണിപ്പട്ടിലേക്കാണ്. ഈ ഹൈഡ്രജൻ ട്രെയിൻ പോകുന്നത് ജിന്ദ് നിന്നും സോണിപ്പട്ടിലേക്കാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഒരു ഹൈഡ്രജൻ ട്രെയിൻ നമ്മൾ കാണുന്നത്. ഇതെന്താ സംഭവം എന്നൊക്കെ പലർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. അപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിലെ യാത്രയും അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ കാണാൻ വേണ്ടി. നല്ലൊരു തലയെടുപ്പോടെ നിൽക്കുന്നൊരു സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഈ ഹൈഡ്രജൻ ട്രെയിൻ ഒരു പേരുണ്ട്, നമോ ഗ്രീൻ റെയിൽ. അതാണ് ഈ ഒരു ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ശരിക്കുള്ള പേര്. നമോ ഗ്രീൻ റെയിലാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. അപ്പോൾ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ടാവും, നോക്കാം പോയിട്ട് ബാ. നമ്മളങ്ങനെ ഹൈഡ്രജൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. നോർമൽ ഓർഡിനറി ചാർജ് ആട്ടോ, ഇതിന് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. 25 ആണ് ഇവിടെ നിന്ന് ജിന്ദ് നിന്നും സോണിപ്പട്ട് പോകാൻ വേണ്ടി. 90 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ യാർഡിലും എല്ലാം കിടക്കുമായിരിക്കും. ഇതിന് മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത് ഇവിടെയാണ്, ജിന്ദ് ജംഗ്ഷനിലാണ്. ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ കാണാൻ നല്ല ലുക്കുള്ള സംഭവമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡെമു അല്ലെ മെമു പോലത്തെ ഒരു സാധനമാണ്. ഇതിന് ശരിക്കും പറയുന്നത് സെമു എന്നാണ് കേട്ടോ. അതായത് സീറോ എമിഷൻ മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഹൈഡ്രജൻ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ ഈ ഹൈഡ്രജൻ ട്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഈ ഹൈഡ്രജൻ ട്രെയിനകത്ത് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ടാങ്കുകളായിട്ട്. അപ്പോൾ ഇത് പുറത്തുനിന്ന് ഓക്സിജൻ എടുക്കും. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഈ വണ്ടിക്ക് അതൊരു സാധനമുണ്ട്, ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ആ കെമിക്കൽ റിയാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് ഈ വണ്ടിയെ നയിക്കാനുള്ള ശക്തി കൊടുക്കുന്നത്. സിമ്പിൾ, അത്ര ഉള്ള കാര്യം. നമ്മൾ സാധാരണ ഡെമു മെമു എന്നൊക്കെ പറയുമ്പോൾ ഡെമുവിലാണെങ്കിൽ ഡീസൽ കത്തിച്ചാണ് ആ വണ്ടി ഓടുന്നത്. മെമു ആകുമ്പോൾ മോളിൽ നിന്ന് ഇലക്ട്രിക് വലിച്ചിട്ടാണ് ആ വണ്ടി ഓടുന്നത്. പക്ഷേ ഇതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടാണ് ഈ ഒരു വണ്ടി ഓടുന്നത് കേട്ടോ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പം ഇതിനകത്ത് ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഒരു എമിഷനോ ഒന്നും വരുന്നില്ല. ആകെ വാട്ടർ വേപ്പർ മാത്രമേ വരുന്നുള്ളൂ. അതിനൊരു ഹാമോ അങ്ങനെയൊന്നുമില്ല. അതാണ് ഇത് സീറോ എമിഷൻ എന്ന് പറയുന്നത്. ദേട്ട് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ ദേട്ട് വരുന്നു, നമോ ഗ്രീൻ റെയിൽ. ഈ ട്രെയിൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ശ്രീലങ്കയിലൊരു സാധനമുണ്ട്, S30 നോക്കണമെന്തോ അതിൻ്റെ പേര്. അതേപോലെ ഉണ്ട് കാണാൻ വേണ്ടി. ഇത് ഉണ്ടാക്കിയത് ICF-ലാട്ടോ. ICF ചെന്നൈയിലാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കിയത്. കാണിച്ചു തരാം. കണ്ടോ വരുന്നത് കണ്ടോ, ഇത് വരുന്നുണ്ടോ, നീല കളറിലെ കിടലായിട്ട്. നോക്ക്, H2 എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ, ക്ലീൻ മൊബിലിറ്റി. പൊളിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്ന് ഇവിടെ നിന്നു. അപ്പോൾ ഇവിടാണ് ഈ ഒരു സംഭവം കൊണ്ട്. ഇതിനകത്താണ് ഞാൻ പറഞ്ഞ നേരത്തെ ആ പ്രോസസ്സ് നടക്കുന്നത്. ഹൈഡ്രജൻ്റെ ആ ഒരു ഹൈഡ്രജൻ ഓക്സിജനും കൂടെ ചേർന്ന് നടക്കുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വാട്ടർ വേപ്പർ വരുന്നതാണ്. നോക്ക്, ഇതാണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന ആകെയുള്ള എമിഷൻ കണ്ടോ, വാട്ടർ വേപ്പർ. കണ്ടോ, ബൈ പ്രോഡക്റ്റായിട്ട് വാട്ടർ വേപ്പർ വരുന്നു കേട്ടോ. നോക്ക്, ഹൈഡ്രജൻ പവർ. അടിപൊളിയല്ലേ, നല്ല ലുക്കുണ്ട് കാണാൻ വേണ്ടി. നമോ ഗ്രീൻ റെയിൽ. നോക്ക്, ഭയങ്കര ശബ്ദം കേട്ടോ, അത്യാവശ്യം നല്ല ശബ്ദമുണ്ട്. ഈ നമ്മുടെ ഈ ജനറേറ്റർ കാറിന് അതേ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ആ പ്രോസസ്സ് നടക്കുന്നത്. നോക്കിയേ, അങ്ങനെ നമുക്ക് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. അപ്പോൾ ഇത് വേറൊരു കോമഡി ഉണ്ട്, ഞാൻ പറയാം എന്താണെന്ന്. ഇത് ശരിക്കും ഒരു പുതിയ വണ്ടിയല്ല, ഇതൊരു പഴയ റെയ്ക്കാണ്. ആ റെയ്ക്കിൽ ഇവർ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഈ ഹൈഡ്രജൻ്റെ ആ പരിപാടിയൊക്കെ വേറെയൊക്കെ ഫിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ട്രെയിനാണിത്. മനസ്സിലായത്? അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ താഴത്തെ ബോഗയൊക്കെ നിങ്ങൾ കണ്ടോ, പഴയതാണ്. ഇത് 2016 ഉണ്ടാക്കിയ ഒരു റെയ്ക്കാണ് കേട്ടോ. അതെടുത്ത് ഇവർ മോഡിഫൈ ചെയ്താണ് ഈ ഒരു രൂപത്തിലാക്കിയത്. ഇതൊക്കെ 2016 മേടണ്ട. അപ്പോൾ ഇതൊരു പുതിയ ട്രെയിനല്ല, ഇതൊരു പഴയ ട്രെയിനാണ്. ആ പഴയ ട്രെയിനിൽ ഇവർ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ആ ഹൈഡ്രജൻ സംഭവങ്ങളൊക്കെ ചേർത്ത് അടിപൊളിയാക്കിയതാണ്. പുതിയതല്ല കേട്ടോ, പഴയ വണ്ടിയത്. അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ഇതാണ് സംഭവം. പഴയ റെയിൽ കാണുന്നതിനുള്ള പ്രൂഫ് ഇതാണ്ട്, ബിൽറ്റ് ഇൻ 2016. ഇതിന് വലിയ പ്രൂഫൊന്നും വേണ്ടല്ലോ. ഞാൻ കള്ളം പറയാമെന്ന് ആരും പറയരുത് കേട്ടോ. 2016 ഉണ്ടാക്കിയ റെയ്ക്കാണ് ഇത് കണ്ടോ. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടാണ്. നമുക്ക് ഫ്രണ്ടിലോ അല്ലെ അതിൻ്റെ പുറകിലോ എല്ലാം കയറാം. നോക്ക്, ഭയങ്കര ശബ്ദമാണ്, നല്ല ശബ്ദമുണ്ട്.
വാട്ടർ വേപ്പർ വരുന്നതുണ്ടോ? അടിപൊളിയല്ലേ? H2 എമിഷൻസ് നമോ ഗ്രീൻ റെയിൽ. ഭയങ്കര ശബ്ദമാണ് കേട്ടോ, ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡ്. ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ, നല്ല ലുക്കാണ്. ആ ശ്രീലങ്കയിലെ ആ ട്രെയിനിൻ്റെ അതേപോലെ ഉണ്ട് കേട്ടോ, കറക്റ്റ് പറഞ്ഞാൽ H2 പവേർഡ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, കാണാനൊക്കെ ലുക്കാണ്. പക്ഷെ വണ്ടി പഴയതാണ്, അതാണ് മെയിൻ സംഭവം. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ആ നീല കളറും ഒരു വെള്ള കളറൊക്കെ ആയിട്ട് നൈസ് അല്ലേ? എനിക്കാണെങ്കിൽ ഫോട്ടോ എടുത്തെടുത്ത് മതിയാകുന്നില്ല, അതുപോലെ ഭംഗിയാണ് ഈ സാധനം കാണാൻ വേണ്ടി കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. പക്ഷെ അകത്ത് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അകത്ത് നമ്മൾ സാധാരണ മെമ്മുവിൽ യാത്ര ചെയ്യുന്നവരേ ഉള്ളൂ. മറ്റേ ജയിൽ ടൈപ്പ് മെമ്മു ആണ്, ജയിലിൻ്റെ ആ ഒരു വിൻഡോ ആണ്. അപ്പോൾ വലിയ കൂടുതലൊന്നും പ്രതീക്ഷിച്ച് ഇതിനകത്ത് യാത്ര ചെയ്യാൻ വരരുത്. സാധാരണ ഒരു ട്രെയിൻ അത്രേ ഉള്ളൂ. ഇനി ഇത് ഓടുന്നത് ഹൈഡ്രജൻ്റെ പവർ വെച്ചിട്ടാണ്, അല്ല വേറൊന്നുമല്ല. എനിക്ക് തോന്നി വണ്ടി കാലിയാണോ എന്നൊരു സംശയമുണ്ട്. വണ്ടിക്ക് അതങ്ങനെ ആരും കയറിയിട്ടില്ല, വളരെ കുറച്ച് ആൾക്കാർ കയറിയിട്ടുള്ളൂ. ഹൈഡ്രജൻ ട്രെയിൻ നമുക്ക് ഇതിൻ്റെ തൊട്ട് പോലത്തെ കോച്ച് വരെ പോയി കയറാം കേട്ടോ. കാണാൻ എന്ത് ലുക്കല്ലേ, എനിക്ക് ഫോട്ടോ എടുത്തെടുത്ത് മതിയാകുന്നില്ല. ഞാനിതിനകത്ത് നോക്കുമായിരുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ മെമ്മൂല ആ ക്യാബിൻ പോലെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിനകത്ത് വേറെ ഇതൊക്കെ ഉണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ അത്. ട്രെയിനിൽ പോയി കയറാം. ഇതിൻ്റെ എല്ലാ കോച്ചിലും ഇതേപോലെ ഹൈഡ്രജൻ പവേർഡെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ കയറാവോ? ഇതെന്തോ, ഇത് മറ്റേ വെൻഡേഴ്സിനുള്ള ഭാഗം എന്ന് തോന്നുന്നു. ഇതാണ് ഇരിക്കുന്ന ഭാഗം കേട്ടോ. അകത്ത് കാണിച്ചു തരാം. നമ്മൾ പുറത്തല്ല ഇത്ര നേരം കാണിച്ചില്ല, ഇനി അകത്ത് കാണിച്ചു തരാം. അകത്ത് കയറിയിടുന്നില്ല കണ്ടോ, സാധാരണ ഒരു ട്രെയിൻ ഇത്രേ ഉള്ളൂ. ആൾക്കാരൊക്കെ കയറിയിരിപ്പോൾ നോക്കൂ. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ ഉൾവശം. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ഒരു മെമു ട്രെയിനകത്ത് കയറുന്നവരുള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവരും അത് കയറി കിടപ്പൊക്കെയാണ്. ഇതാണ് ഹൈഡ്രജൻ ട്രെയിൻ ഉൾവശം. ഒന്നുമില്ല കണ്ടോ, സാധാരണ ഒരു മെമു ട്രെയിൻ അത്രയാണ്. പുറത്താണ് കാണാൻ ലുക്ക്, അകത്ത് സെയിം. അകത്ത് ഞാൻ പറഞ്ഞില്ല, പഴയ കോച്ച് എടുത്തിട്ട് ഇവർ പഴയ റേക്ക് എടുത്തിട്ട് ഇവർ മോഡിഫൈ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് സീറ്റും സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവും, വേറെ ഒന്നുമില്ല. അകത്ത് പക്ക നോർമൽ പോലെ തന്നെ. അങ്ങനെ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ അങ്ങനെ ജിന്ദ് ജംഗ്ഷനിൽ നിന്നും കറക്റ്റ് 7:40 പുറപ്പെടുകയാണ് കേട്ടോ. സോണിപ്പട്ടിലേക്കുള്ള യാത്രയാണ്. 2 മണിക്കൂറാണ് ഇവിടുന്ന് സോണിപ്പട്ട് വരെ ഉള്ളത്. അപ്പോൾ ജിന്ദ് സോണിപ്പട്ട് അത് സെപ്പറേറ്റ് ലൈനാണ്, ഒരു സിംഗിൾ ലൈൻ ബ്രാഞ്ച് ലൈനാണേ. അപ്പോൾ നമ്മൾ ജിന്ദിൽ നിന്ന് പുറപ്പെട്ട് ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്ന സ്ഥലമാണ് ആ ഫെൻസ് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടോ. അവിടെയാണ് ഹൈഡ്രജൻ നിറയ്ക്കുന്ന സംഭവങ്ങളൊക്കെ, അതിൻ്റെ എന്തോ സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഹൈഡ്രജൻ ട്രെയിനിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയ ഒരു മെയിൻ്റനൻസ് സംഭവമാണ് കാണുന്നത് കേട്ടോ. ഇതിന് വേണ്ടി മാത്രമാണത് കണ്ടോ, നമുക്ക് എന്താ അല്ലേ, അടിപൊളി. അപ്പോൾ ഇതാണ് സംഭവം. ഉണ്ട് വാട്ടർ വേപ്പർ വരുന്നുണ്ട് അതിലേക്ക്, നോക്കി കണ്ട നീരാവി, അതാണ് അതിൻ്റെ എമിഷൻ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, നീരാവിയാണ്. അതിനകത്തൊന്നും ഇല്ല, വാട്ടർ വേപ്പർ അല്ലേ, എന്ത് വേറെ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതിൻ്റെ പിറ്റ് ലൈൻ സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഏതാണ്ട് ആ ഹൈഡ്രജൻ്റെ ബൂത്തുകൾ, നമ്മുടെ പെട്രോൾ പമ്പ് പോലെ ഉണ്ട്. നോക്ക് ഇതാണ് സംഭവം. അതിനകത്തു നിന്നാണ് ഹൈഡ്രജൻ നിറയ്ക്കുന്നത്. കൊള്ളാമല്ലേ, ഫുള്ളി ഫെൻസ്ഡ് ആണ്. അതിൻ്റെ ആരെയും കയറാൻ സമ്മതിക്കത്തില്ല, അവിടെ സെക്യൂരിറ്റി വരെ ഉണ്ട്. കൊള്ളാമല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ഹൈഡ്രജൻ നിറയ്ക്കുന്നത്, മെയിൻ്റനൻസ് ചെയ്യുന്ന സ്ഥലമൊക്കെ. ഈ ഹൈഡ്രജൻ ഫ്യൂൾസ് എല്ലാം നടക്കുന്ന ഈ കെമിക്കൽ ഫോർമുല എന്താണെന്നറിയോ? നമ്മളത് പണ്ട് പഠിച്ചതാണ്, +2-ലാണോ അതോ 10-ലാണോ അറിയത്തില്ല, പറയാം. 2H2 + O2 = 2H2O + ഇലക്ട്രിക്കൽ എനർജി + ഹീറ്റ്. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടത് 2H2 + O2 = 2H2O + ഇലക്ട്രിക്കൽ എനർജി + ഹീറ്റ്. അതാണ് ഈ ഒരു ഫ്യൂൾസ് എല്ലാത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫോർമുല. അതിൽ ഈ ആനോഡും കാഥോഡും ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ പണ്ട് പഠിച്ചത്. അതിൽ ആനോഡ് സൈഡിൽ ഈ ഹൈഡ്രജൻ സ്പ്ലിറ്റ് ആവും. ഹൈഡ്രജൻ സ്പ്ലിറ്റ് ആയിട്ട് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ആയിട്ട് മാറും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണല്ലോ ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റിയാണ് ഈ വണ്ടിക്ക് കൊടുക്കുന്നത് പവറായിട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് അതിൻ്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഉണ്ട്. അതായത് ആനോഡിൽ ഹൈഡ്രജൻ ആറ്റം സ്പ്ലിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ആയിട്ട് മാറും, പ്രോട്ടോൺസും ആയിട്ട് മാറും. അതിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൽ കാഥോഡിൽ എന്താ നടക്കുന്നത് അറിയാം? അതായത് ഓക്സിജൻ പ്രോട്ടോൺസും ആയിട്ടും പിന്നെ ആ തിരിച്ച് വരുന്ന ഇലക്ട്രോൺസും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ ഉണ്ടാവും. അതാണ് സംഭവം. അപ്പോൾ ഈ ഹൈഡ്രജനെ ഈ ഫ്യൂൾസിനകത്ത് സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടി ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷന് സ്പീഡ് കൂട്ടുന്നൊരു സംഭവമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ കാറ്റലിസ്റ്റ് യൂഷ്വലി പ്ലാറ്റിനം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ പ്ലാറ്റിനമാണ് ആ ഒരു സംഭവം മെയിനായിട്ട് ഏറ്റെടുക്കുന്നത്. നമ്മളിപ്പോൾ ജിന്ദ് സിറ്റി എന്ന സ്ഥലം എത്തും. ജിന്ദ് സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ജിന്ദ് ടൗണിന് അടുത്തുള്ള സ്റ്റേഷൻ കേട്ടോ. ജിന്ദ് ജംഗ്ഷൻ കുറച്ച് മാറിയ. അങ്ങനെ നമ്മൾ ആ സോണിപ്പട്ട് ലൈനിൽ കയറിയിരിക്കുകയാണ്. ഈ റൂട്ടിൽ കാണാനൊന്നുമില്ല, ചുമ്മാ ഡ്രൈ റൂട്ടാണ്, അങ്ങനെ കാണാനൊന്നുമില്ല. ഈ ട്രെയിൻ ഓടുന്ന റൂട്ടാണെന്നാണ് ഒരു
പ്രത്യേകത, അങ്ങനെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജിന്ദ് സിറ്റി എത്താറുണ്ട്. ഇവിടെ ഒരു അമ്പലം കണ്ടോ, നോക്ക്, വലിയൊരു ഹനുമാൻ്റെ ഒരു പ്രതിമ കണ്ടോ അവിടെ. അങ്ങനെ നമ്മൾ ജിന്ദ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഹൈഡ്രജൻ ട്രെയിൻ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് ഈ ഹെറിറ്റേജ് റൂട്ടുകളിൽ ഓടിക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഇവരുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതായത് ഹെറിറ്റേജ് റൂട്ടുകളിൽ ഇപ്പോൾ ഈ ഓവർ ഹെഡ് ലൈൻ വലിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്ക് ഈ സാധനമാണ് ഇനി ഓടിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അറിയത്തില്ല, എന്തായാലും നോക്കാം. ഈ വണ്ടിയുടെ സ്പീഡ് ഞാൻ നോക്കിയപ്പോൾ 85 kmph ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡെന്നാണ് പറയുന്നത്. നോക്കാം എന്തായാലും ഇത് എത്ര വരെ പോകുന്നുണ്ടെന്ന് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം സ്പീഡ് 120 എന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടത്. എത്ര വരെ പോകും നോക്കാം. ഇത് പഴയ റേക്കാണെങ്കിലും നമുക്ക് അകത്ത് കയറുമ്പോൾ പഴയതായിട്ട് തോന്നത്തില്ല, നല്ല പുതിയതായിട്ട് തോന്നത്തില്ല. കാരണം അകത്ത് നല്ലപോലെ അവർ റീഫർബിഷ് ചെയ്തിട്ടുണ്ട്. മുകളിൽ മറ്റേ വെക്കാനുള്ള റാക്കും പിന്നെ എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. പുറത്തൂടെ നമ്മളെ ബോഗിയുടെ ഭാഗമൊക്കെ കണ്ടാൽ പഴയാന്ന് തോന്നും. പിന്നെ ബിൽട്ടിൻ എന്ന് കോച്ചിൻ്റെ പുറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 2016 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാലും മനസ്സിലാവും പഴയാണ്. 10 കൊല്ലം പഴക്കമുണ്ട് ഇപ്പോൾ ഈ റേക്കിന്. ഈ സ്റ്റേഷന് പേര് പാണ്ഡു പിണ്ടാര ജംഗ്ഷൻ എന്നാണ് കേട്ടോ. ഇവിടെ നിന്ന് പാണിപ്പട്ടിലേക്ക് ലൈനുണ്ട്, പിന്നെ നമ്മൾ പോകുന്ന ലൈനുണ്ട്. അപ്പോൾ 2 ലൈൻ തിരിയുന്നൊരു സ്റ്റേഷനാണ്. ഈ എല്ലാ കുഞ്ഞു സ്റ്റേഷനായിരിക്കും. കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ കേട്ടോ. ആൾക്കാരൊക്കെ ആയാലും വളരെ കുറവാണ് കയറാൻ വേണ്ടി. വണ്ടിയിൽ പൊതുവെ ആൾക്കാർ കുറവാണ്. കുറേ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഫാമിലി അടക്കം. കൊള്ളാമല്ലേ? വണ്ടിയിൽ ആൾക്കാർ കുറവാണ് കേട്ടോ. ഒന്നാമത് ഇപ്പോൾ ഈ രാവിലെ സമയത്ത് ആൾക്കാരൊക്കെ കൂടുതലും ഡൽഹി ഭാഗത്തേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഡൽഹിക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു പാസഞ്ചർ. അതിന് കയറിയാണ് എല്ലാവരും പോയത്. ഇത് ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി ആൾക്കാർ കുറവായിരുന്നു. ഈ വണ്ടി മോഡിഫൈ ചെയ്തപ്പോഴേ ഇതിനകത്തെ ടോയ്ലറ്റ് ഇവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. വെസ്റ്റേൺ സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും വെസ്റ്റേൺ സ്റ്റൈൽ ആയിരിക്കത്തില്ല. ഞാനിപ്പോൾ ഉള്ളിടത്ത് വെസ്റ്റേൺ സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് നല്ല വൃത്തിയുണ്ട് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടോ, വെസ്റ്റേൺ സ്റ്റൈൽ. അതും നമ്മുടെ ഈ ഹൈഡ്രജൻ ട്രെയിൻ ഈ മെമു ടൈപ്പിൽ കൊള്ളാമല്ലേ? വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഒരു 80 ആ റേഞ്ചൊക്കെ ഉള്ളൂ, 80-85 ഉള്ളൂ. ഈ ഒരു സ്പീഡേ ഉള്ളൂ കേട്ടോ. 110 ഇല്ല. ഭയങ്കര ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര കുലുക്കം കണ്ടോ. ഇട്ടങ്ങ് അടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. നോക്കി ഇട്ടങ്ങ് കുലുങ്ങുന്ന കണ്ടോ. എന്തൊക്കെയാണോ എന്തോ. ഇതേപോലെ ഈ ഗ്രില്ലുള്ള മെമ്മോയിൽ ഇരുന്നാലേ നമുക്ക് പുറത്തെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ സാധനം ഉള്ളത് ഇതെന്ത് ഡിത്തോലിൻ്റെ ഡിസൈൻ അല്ലേ ഈ സാധനം ഒരുമാതിരി. പക്ഷേ ഭയങ്കര ഇതാണ്. ഇത് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഇങ്ങനെ. വണ്ടികളൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ബംബേവാൻ എന്നൊരു സ്റ്റേഷനിൽ കയറുകയാണ്. ഇപ്പോൾ സമയം 8:20. നമ്മൾ 9:40 സോണിപ്പെട്ടെത്തുന്നത്. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല കണ്ടോ. നമുക്ക് ഇതൊക്കെ നോർത്തേൺ ഇന്ത്യയുടെ ഡൽഹി ഡിവിഷനാണ് ഇതൊക്കെ. ഇത് ഭയങ്കര റിമോട്ട് റൂട്ടാണ് കേട്ടോ. എല്ലാ ഹോൾട്ട് സ്റ്റേഷൻസ് ആണ്. നമുക്ക് ഭയങ്കര റിമോട്ടാണ് ഈ റൂട്ട് മൊത്തം. അങ്ങനെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സ്റ്റേഷനൊക്കെ ആണെങ്കിൽ തന്നെ ഇത് കണ്ടോ,
ഇതൊക്കെയാണ് സ്റ്റേഷൻ. നോക്ക്, സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ടിക്കറ്റ് പോലും എടുക്കത്തില്ലായിരിക്കും ഇവിടുത്തെ ആൾക്കാരൊക്കെ. നോക്ക്, വെറുതെ കയറുമായിരിക്കും. ടിക്കറ്റ് എടുക്കാൻ നാളെ പോലും അവിടെ കാണുന്നില്ല. ഇത് കണ്ടോ, സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ കണ്ടോ നിങ്ങൾ? എന്തുവാ ഇത്? ഒരുമാതിരി അബാൻഡൻഡ് ബിൽഡിംഗ് പോലെ ഉണ്ട്. ഇവിടെ ആരും കയറാൻ, ഇതൊരു സ്റ്റേഷനാണ് കണ്ടോ? ഒറ്റ മനുഷ്യരില്ല ഇവിടെ നിന്ന് കയറാൻ വേണ്ടി. ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടല്ലോ, നമോ ഗ്രീൻ റെയിൽ, ആഴ്ചയിൽ ഒരു ദിവസമില്ല, വെള്ളിയാഴ്ച മാത്രമേ ഈ വണ്ടി ഓടത്തില്ല കേട്ടോ. കാരണം അതിന് മെയിൻ്റനൻസ് ഡേ ആണ് വെള്ളിയാഴ്ച. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ഇത് 9:40 സോണിപ്പട്ട് എത്തിയിട്ട് തിരിച്ച് അവിടെ നിന്ന് 10:40 എടുക്കും. 10:40 എടുത്താൽ 1 മണിക്കാണ് ഇത് ജിന്ദ് എത്തുന്നത്. തിരിച്ചു വരുമ്പോൾ 20 മിനിറ്റ് റണ്ണിങ് ടൈം കൂടുതലാണ്. ഫ്ലാഗ് ടൈം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളിയാഴ്ച മാത്രം ഈ സർവീസ് ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഇതുണ്ട്. ജൂലൈ 17, 2026 ഈ വണ്ടി ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ജൂലൈ 19 ഇതിൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യലിന് ആരംഭിച്ചു. നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം ജൂലൈ 25. തുടങ്ങിയിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ്റനൻസ് ഡേ ആയിട്ടുള്ള ഫസ്റ്റ് ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈ ഹൈഡ്രജൻ ട്രെയിൻസ് യൂസ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഇതെന്നറിയോ? ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഇരിക്കുന്ന റെഗുലർ ട്രെയിൻസും ഇതേപോലെ ഹൈഡ്രജൻ ട്രെയിൻസാന്ന് തോന്നുന്നു. ജർമ്മനിയാണ് വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം. ചൈനയിൽ ഹൈഡ്രജൻ ട്രെയിൻസ് ഉണ്ട്. അവിടെ 160 kmph വരെ കേപ്പബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻസ് അവർ ഓടിക്കുന്നുണ്ടറിയോ? ചൈന അറിയാമല്ലോ, സ്വാഭാവികം നല്ല സ്പീഡ് കാണും. 160 kmph വരെ വേഗത കിട്ടുന്ന ഹൈഡ്രജൻ ട്രെയിൻസ് ചൈനയിലുണ്ട്. പിന്നെ അതുകൂടാതെ ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രിയ, നെതർലൻഡ്സ്, സ്വീഡൻ, UK എന്നീ രാജ്യങ്ങളിലും ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ട്. അതിൽ ഈ ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിലൊക്കെ ഹൈഡ്രജൻ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലായാലും 9ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിക്കും പ്യുവറായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ജർമ്മനിയിലും ചൈനയിലും ഒക്കെയാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണേ. നമ്മളങ്ങനെ ഗൊഹാന ജംഗ്ഷൻ എന്നൊരു സ്ഥലം എത്തിയേ. അപ്പോൾ അപ്പുറത്തൊരു വണ്ടി എടുക്കുന്നുണ്ടോ? അതായത് നമ്മൾ വന്ന റൂട്ടിൽ കൂടെ പോകുന്ന ഏക എക്സ്പ്രസ് ട്രെയിൻ, അതായത് പാസഞ്ചർ ഒഴിച്ചു വരുത്തിയ എക്സ്പ്രസ് ട്രെയിൻ ആകെ ഉള്ള ഒരെണ്ണം അതാണ്. അത് ബാലൂർഘട്ട് ഉണ്ട്. ബംഗാളിലെ ബാലൂർഘട്ട് നിന്നും ബട്ടണ്ടയ്ക്ക് പോകുന്ന ഫറക്ക എക്സ്പ്രസ്, അതാണ് വണ്ടി കേട്ടോ. അപ്പോൾ ഈ ഗൊഹാന ജംഗ്ഷൻ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് 3 ഭാഗത്തേക്ക് ലൈൻ തിരിയുന്നുണ്ട്: സോണിപ്പട്ട്, പാനിപ്പട്ട്, റോത്തക്ക്. അപ്പോൾ നമ്മൾ സോണിപ്പട്ട് റൂട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിൽ തന്നെ ഇൻഡിജിനിയസ്ലി ബിൽട്ട് ആയിട്ടുള്ള ഐറ്റമാണ്. ICF-ലാണ് ഉണ്ടാക്കിയത്. പുറത്തെ ഒരു സംഭവമില്ല. ഇതിൻ്റെ ഈ ഫ്യൂൽ സെല്ലിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂൽ സെൽ എന്നാണ് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൻ്റെ പേര്. PEM എന്ന് പറയും. അതാണ് ആ ഒരു ഫ്യൂൽ സെല്ലിന് ശരിക്കും പറയുന്നത്. ഏകദേശം 2600 ആൾക്കാരെ വരെ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഈ ഹൈഡ്രജൻ ട്രെയിനിന്. 10 കോച്ചാണുള്ളത്. അതിൽ മുന്നത്തെ ബാക്കിലത്തെ കോച്ചുണ്ടല്ലോ, മറ്റേ ഡ്രൈവിംഗ് കാറുള്ള, അതിൽ കയറാൻ പറ്റത്തില്ല. അതിൽ മറ്റേ ഹൈഡ്രജൻ്റെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള കോച്ചുകളൊക്കെ കയറാൻ പറ്റും. 10 കോച്ചാണ് മൊത്തം ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടി നല്ല ഫുള്ളായിട്ട് ഓടുകയാണെങ്കിൽ ഒരു ദിവസം ഈ വണ്ടിക്ക് ഏകദേശം 300 കിലോഗ്രാം ഹൈഡ്രജൻ വേണ്ടി വരും. അല്ലെങ്കിൽ അത്രയും വേണ്ടി വരത്തില്ല, കാരണം ലോഡ് കൂടുന്തോറും യൂസേജും കൂടുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 300 കിലോ ഒക്കെ ഹൈഡ്രജനാണ് ഒരു ദിവസം ഇതിന് വേണ്ടത്. പിന്നെ ആ ഹൈഡ്രജൻ്റെ ആ സംഭവത്തിനവിടെയൊക്കെ ഈ ലീക്ക് അല്ലെങ്കിൽ ഫ്ലെയിം ഡിറ്റക്ടറൊക്കെ ഉണ്ട്. എന്തെങ്കിലും തീ പിടിക്കുകയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സേഫ്റ്റിയുടെ കാര്യത്തിൻ്റെ പക്കയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്തിരിക്കുന്ന റേക്ക് പഴയതാണെന്ന് മാത്രമുള്ള ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഒരു കുലുക്കമുണ്ട് കേട്ടോ. ഒരു എന്തൊക്കെ പറഞ്ഞാൽ ഒരു കുലുക്കമുണ്ട്. പഴയ ആ ഒരു ബോഗിയല്ല എന്തായാലും ഇപ്പോൾ ഉള്ളത്. ഒരു കുലുക്കമുണ്ട് വണ്ടിക്ക്. ഈയിടെ ഒരു മറ്റേ ആ ഡൽഹിയിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴേ ഒരു റീൽ ഇറങ്ങിയാണ്. G12 ലോക്കുണ്ട്, നമ്മുടെ WAG12 ലോക്കോയിൽ കല്ലെറിയുന്ന ഒരു വീഡിയോ ഉണ്ട്. പണ്ടല്ല, കുറച്ചുകൂടെ മുമ്പ് ബീഹാറിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആൾക്കാർ കല്ലെറിയുന്നൊരു വീഡിയോ. അത് എടുത്തിട്ട് വാർത്തക്കാരും എല്ലാവരും പറയണത് ഹൈഡ്രജൻ ട്രെയിനാണെന്ന് പറയും. ഇത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് ആലോചിക്കുമ്പോഴാണ്, തലയ്ക്കകത്ത് ആൾ താമസമില്ലെന്ന് നോക്കുമ്പോഴാണ് അത് ഗുഡ്സ് കണ്ടറിയും ഗുഡ്സാന്ന്. പുറകിൽ ഗുഡ്സിൻ്റെ വാഗനുണ്ട്. ആ ലോക്കോ കണ്ടിട്ട് മറ്റേ ഇതിൻ്റെ ഫ്രണ്ട് അതേപോലെ ഏകദേശം ഇരിക്കുന്നത്, ഏകദേശം കളറൊക്കെ ഏകദേശം അതേപോലെ അല്ലേ. അപ്പോൾ അത് ഏകദേശം ഒന്നുമല്ല, എന്നാലും വ്യത്യാസമുണ്ട്. എന്നിട്ട് പറയാം ഹൈഡ്രജൻ ട്രെയിനാണ്, അതിൽ കല്ലെറിയുക. എന്തോ മണ്ടന്മാരൊക്കെയാണെന്ന് ഓർക്കുമ്പോഴാണ്. ഇവിടെ എല്ലാം ഹോൾട്ട് സ്റ്റേഷനാണ്. അതായത് ഈ ഒറ്റ പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോൾട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൾക്കാർ കയറാൻ വേണ്ടി വളരെ കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പല സംഭവങ്ങൾ പല കാറ്റഗറി ട്രെയിൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റ ഒരെണ്ണോ 2 എണ്ണമൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. എക്സാമ്പിൾ വന്ദേ ഭാരത് സ്ലീപ്പർ, അതിപ്പോൾ വരുന്നുണ്ട് അടുത്തത്. പിന്നെ മറ്റേ നമോ ഭാരത് റാപ്പിഡ് റെയിൽ, അത് ആകെ 1-2 എങ്ങാണ്ടേ ഉള്ളൂ. അത് ബാക്കി എന്താ തുടങ്ങാത്തതിന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇത് ഇനിയിപ്പോൾ തുടങ്ങി വെച്ച് ഇതിന് ഇനി എവിടെയൊക്കെ എപ്പോൾ തുടങ്ങുമെന്നൊന്നും ഒരു പിടിയില്ല.
അങ്ങനെ പല കാറ്റഗറി ട്രെയിനും ഇതുപോലെ തന്നെയാണ്. പേരിന് വേണ്ടി 2 തുടങ്ങി വയ്ക്കും, എന്നിട്ട് ബാക്കി പിന്നെ തുടങ്ങത്തില്ല. എനിക്കറിയില്ല അതെന്താ സംഭവമെന്ന്. ഇനി അത് ഫെയിലിയർ ആണോ അതോ എന്തോ ആണെന്നൊരു പിടിയില്ല. അതങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ആർക്കറിയാം. ശരിക്കും പറയാം, നമോ ഭാരത് റാപ്പിഡ് റെയിലൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന അടിപൊളിയായിരിക്കും. കാരണം അത് AC മെമ്മോ സംഭവമാണല്ലോ, ഹിറ്റായിരിക്കും ആ സാധനം. പിന്നെ എല്ലാവരും പറയുന്ന പോലെ എല്ലാം ഇങ്ങോട്ടാണല്ലോ, നോർത്തിലേക്കാണല്ലോ, സൗത്തിലേക്കൊന്നും ഇല്ലല്ലോ. ഒരു കുഞ്ഞ് ഗ്രാമത്തിലെ നടുക്കുള്ള ഒരു സ്റ്റേഷൻ കണ്ടോ നോക്കി. ഇവിടെ അടുത്തൊരു കെട്ടിടം ഒന്നുമില്ല, സ്റ്റേഷൻ്റെ ഒരു ബിൽഡിംഗ് മാത്രമുള്ളതുണ്ടോ. എന്തുമല്ലേ, 4 പേരുണ്ട് കയറാൻ വേണ്ടി. നമുക്ക് അവരെല്ലാം വീഡിയോ എടുത്തോണ്ടിരിക്കുക. സ്റ്റേഷൻ്റെ ബിൽഡിംഗ് കണ്ടോ നിങ്ങൾ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ആരും വരുമായിരിക്കും, വേറെ ആരും ഇല്ല അവിടെ. വന്നാൽ തന്നെ ആയി, വരുമെന്ന് തന്നെ ആർക്കറിയാം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഭയങ്കര കുലുക്കമാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര കുലുക്കമാണ്. ഇങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ ഇതിങ്ങനെ ആവുമോ കണ്ടോ, ഭയങ്കര കുലുക്കമാണ് കേട്ടോ. എന്തുവാന്ന് അറിയത്തില്ല, റേക്കിൻ്റെ ആണോ അതോ ഇത് ഇങ്ങനെയാണോ, ഒരു കംഫർട്ടും ഇല്ല ഇവിടെ ഇരിക്കാൻ വേണ്ടി. ഒരു കറക്റ്റ് സ്പീഡ് കൂടുതൽ പോകുമ്പോൾ ഒരു 60-70+ ഒക്കെ പോകുമ്പോൾ ഭയങ്കര കുലുക്കമാണ്. നമ്മൾ അടുത്ത ഒരു സ്റ്റേഷനെത്തി. ഇത് ഹോൾട്ട് സ്റ്റേഷൻ അല്ല കേട്ടോ, ഇത് 3 ട്രാക്കുള്ളൊരു സ്റ്റേഷൻ. ഒരു മെയിൻ ട്രാക്ക്, 2 ലൂപ്പ് ട്രാക്ക്. നമ്മൾ സോണിപ്പട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി ഒരു സ്റ്റോപ്പുകളൊക്കെ നമ്മൾ സോണിപ്പട്ടെത്തും. ഈ സ്റ്റേഷൻ്റെ പേര് മൊഹാന എന്നാണേ. അപ്പോൾ ഇത് കഴിഞ്ഞൊരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ സോണിപ്പട്ടെത്തും. എല്ലാ കോച്ചിലും ഫയർ എക്സ്റ്റിങ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടക്കാശ് എഴുതിയിട്ടുണ്ട്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ സെപ്റ്റംബർ 2016. സെപ്റ്റംബർ 2016 ഉണ്ടാക്കിയ റേക്കാണിത്. വളരെ ഹൈഡ്രജൻ വെച്ച് ഓടുന്ന സിസ്റ്റം ഒക്കെ കൊള്ളാം, പക്ഷേ റേക്ക് പഴയ റേക്കാണ്. തീരെ കംഫർട്ടില്ല. അകത്തൊക്കെ കൊള്ളാം, അകത്തൊക്കെ നല്ല സംഭവമൊക്കെയാണ്, പക്ഷേ കംഫർട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഒരു സുഖമില്ല, യാത്രാ സുഖമില്ല. ഭയങ്കരമായിട്ട് കുലുങ്ങുന്നു, ഭയങ്കരമായിട്ട് അങ്ങ് ജർക്കാവുന്നു അങ്ങനെ വണ്ടി. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എനിക്ക് തോന്നുന്നത്. ഞാൻ കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല. ഇത്രയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെയൊക്കെ പെർഫെക്റ്റ് ആക്കാം. സോണിപ്പട്ട് എത്തുന്നതിനുള്ള സ്റ്റോപ്പ് എത്തുവാണേ ബദ്വാസ്നി എന്നൊരു സ്റ്റേഷനാണേ. അപ്പോൾ ഇത് തന്നെ പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എടുത്ത് സോണിപ്പത്ത്. 2 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും ഞങ്ങളവിടെ ചെങ്ങന്നൂരുണ്ടല്ലോ, ചെങ്ങന്നൂരിൽ നിന്ന് എറണാകുളം പോകുന്ന അതേ ദൂരവും അതേ സമയവും സെയിം, അതേ സ്പീഡും. ഈ റൂട്ടിൽ ഞാൻ കണ്ടതിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് ഇത്ര ഉള്ളൂ കേട്ടോ. ഹൈറ്റ് ഇല്ല കണ്ടോ, നോക്ക് എത്ര താഴെയാണ് നോക്ക് പ്ലാറ്റ്ഫോം ഇരിക്കുന്നത്. നോക്ക്, നോർത്തേൺ റെയിൽവേ പറഞ്ഞിട്ട് കാര്യമില്ല. നോർത്തേൺ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോണാണ് നോർത്തേൺ റെയിൽവേ. ഭയങ്കര ഇൻകം കിട്ടുന്ന ഒരു സോൺ കൂടാണ്. അവരുടെ ഒരു സെക്ഷനിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. അങ്ങനെ ഓൺ ടൈം നമ്മുടെ ഹൈഡ്രജൻ ട്രെയിൻ അഥവാ നമോ ഗ്രീൻ റെയിൽ സോണിപ്പട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഈ ലൈനാണ് കുരുക്ഷേത്ര എന്ന് വരുന്ന ലൈൻ. കുരുക്ഷേത്ര അംബാല എന്നൊക്കെ വരുന്ന ലൈനാണിത്. നമ്മളിവിടെ നേരെ ഡൽഹിക്ക് പോകും. ഇവിടെ ഇറങ്ങിയിട്ട് ഡൽഹിക്ക് പോകുന്ന യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. ജിന്തയിൽ നിന്നും സോണിപ്പട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇത് സോണിപ്പട്ടിൻ്റെ ഏറ്റവും അറ്റത്തിലായത് ഒരു പ്ലാറ്റ്ഫോമാണ്, 3-4 കണ്ടെന്ന് തോന്നുന്നു. നമ്മൾ സോണിപ്പട്ട് ജംഗ്ഷനിലെത്തി. പക്ക ഓൺ ടൈമാണ് കേട്ടോ. നല്ല യാത്രയായിരുന്നു, പക്ഷേ കംഫർട്ട് തീരെ ഇല്ല കേട്ടോ. ഈ വണ്ടിക്ക് തീരെ കംഫർട്ടില്ല. ബാക്കിയൊക്കെ കൊള്ളാം കേട്ടോ. നമ്മൾ സോണിപ്പട്ടിലെത്തി. സോണിപ്പട്ട് ഇനി ഇവിടെ നിന്ന് ഈ വണ്ടി ഇനി ജിന്ദിലേക്ക് പോകുന്നത് 10:40 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനാണിത്. കൊള്ളാം അല്ലേ? ഫ്രണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫ്രണ്ട് സൈഡ് നമോ ഗ്രീൻ റെയിൽ. പക്ക ഞാൻ പറയില്ല, ശ്രീലങ്കയിൽ ആ ട്രെയിൻ ഉണ്ടല്ലോ, അതേ ആ സെയിം ലുക്ക് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല, ആ സെയിം ലുക്ക് തന്നെ. ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റാണ് വേണ്ട ഈ കിടക്കുന്ന ഐറ്റം. ഇത് ഡെമു കണ്ടാ, ഇത് ഡെമു, ഇത് സെമു എന്ന് വേണേൽ പറയാം. സെമു അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ പേര് നമോ ഗ്രീൻ റെയിൽ എന്നാണ് കേട്ടോ. ഹൈഡ്രജൻ ട്രെയിൻ അങ്ങനെയും പറയാം. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുക കേട്ടോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോലും പറ്റത്തില്ല. ഫുള്ള് പണിക്കാരാണ്, ഫുള്ള് എവിടെ നോക്കിയാലും പണിക്കാരാണ്. അതിൻ്റെ താഴെ ഇറങ്ങി എന്നൊക്കെ ഇടുന്നതൊക്കെ പടമൊക്കെ എടുക്കുന്ന ആൾക്കാർ പടം എടുക്കുകയാണ്. എന്തൊക്കെ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അടിപൊളിയാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ വീഡിയോ ഇവിടെ ഞാൻ എൻ്റെ ആണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു യാത്രയായിരുന്നു. 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. സംഭവം കൊള്ളാം കേട്ടോ. പക്ഷെ പഴയ റേക്കാണ്, അതാണ് ഒരു മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല, സംഭവം അടിപൊളിയാണ്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളിവിടുന്ന് സോണിപ്പട്ട് നിന്ന് ഡൽഹി പോയിട്ട് അവിടെ നിന്ന് ഹരിദ്വാർ വഴി ഋഷികേശാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ഋഷികേശ് കൊച്ചുവേളി കയറാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ദൗലത്പൂർ ചോക്ക് ന്യൂഡൽഹി ജനശതാബ്ദിക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നത് ഡൽഹി ഹരിദ്വാർ ജനശതാബ്ദി. ഈ 2 ജനശതാബ്ദി ഒരു റേക്കാണ് കേട്ടോ. അതായത് ഈ ദൗലത്പൂർ ചോക്ക് നിന്ന് ഡൽഹിക്ക് പോകുന്ന സെയിം വണ്ടി തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ പോകുന്നത്. അത് ഡൽഹിയും ഡെറാഡൂൺ പോകുന്ന ജനശതാബ്ദിയാണ്, അതിന് ഹരിദ്വാർ വരെ പോകുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ദിവസം സോണിപ്പറ്റ് ടു ഋഷികേശ് ഡൽഹി വഴി പോകുന്ന യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.